റഞ്ചാടെ മറച്ചേച്ചിക്കാണ് KL52V. അപ്പോൾ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, നമ്മുടെ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഇടാൻ വേണ്ടിയിട്ട് പോകട്ടെ. പെട്ടെന്ന് നമ്മുടെ ഷോറൂമിൽ നിന്ന് ആൾ വിളിക്കുക ചെയ്തത്. അപ്പോൾ കയ്യിൽ ക്യാമറ ഉണ്ടായതുകൊണ്ട് വീഡിയോ കൂടി എടുക്കാൻ വെച്ചു. അപ്പോൾ ഫാൻസി നമ്പർ ആണോ എന്ന കാര്യം നമ്മുടെ നമ്പർ പ്ലേറ്റ് എന്നുള്ള ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളെ മൈൻഡിൽ വന്നത് ഫാൻസി നമ്പർ ആയിരിക്കുമെന്ന്. അപ്പോൾ ഫാൻസി നമ്പർ നമ്മൾ നോക്കിയിരുന്നു. ഇപ്പോൾ കിട്ടുന്നത് ഫാൻസി നമ്പർ അല്ല എന്നല്ല, ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ 5002 നോക്കിയത്. 5002 നോക്കിയപ്പോൾ 3000 റുപ്യാണ് അതിന് നമ്പർ പ്ലേറ്റ് വരിക. പക്ഷേ ഇതിൻ്റെ കൂടെ ഈ നമ്പറിന് രണ്ടാൾ ഫിക്സ് ചെയ്തു. ഫിക്സ് ചെയ്തിട്ട് എന്താ ഉണ്ടായിട്ടാ, ഞാൻ ഫസ്റ്റ് ഒരു 10:30 തിങ്കളാഴ്ച 10:30 വരെ ഉണ്ടാവും അതിൻ്റെ ഓപ്ഷന്. അപ്പോൾ ഒരു 10:20 വരെ ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അത് അതിൻ്റെ മുമ്പ് ഇങ്ങനെ ഓപ്ഷൻ നടന്നിട്ട് അതൊരു 19,000 അടുത്തേക്ക് റേറ്റ് വന്നു ഇങ്ങനെ ഓപ്ഷൻ വിളിച്ചിട്ട്. എന്നിട്ട് എന്താ ഉണ്ടായിട്ടാ, ഞാൻ എന്നൊരു 10:20 കുഴപ്പമില്ല, അത് തന്നെ ആയി എന്നുള്ള മെയിനിലവിടെ നിന്നു ഞാൻ കയറ്റി വിളിച്ചിട്ട്. പിന്നെ നോക്കിയപ്പോൾ ആ ഒരു ലാസ്റ്റ്ക്ക് നേരത്തേക്ക് ഏതോ ഒരുത്തൻ കയറ്റി അടിച്ചു. ഞാനത് ശ്രദ്ധിക്കാനും പറ്റിയില്ല. ലാസ്റ്റ് എന്നിട്ട് അത് 20 റുപ്യ അടുത്തേക്ക് 20 ആയത് തോന്നുന്നു. അടുത്തേക്ക് നമ്പറാണ് പോയി. ആകണ് പ്രാന്തായി. ആദ്യം നമ്മൾ 3000 റുപ്യ ഈ ഒരു M-Parivaanil ഇട്ട് കൊടുക്കണം. M-Parivaanil ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇനി അടുത്ത നമ്പർ പ്ലേറ്റ് കൊടുക്കുമ്പോൾ എങ്ങനെയായാലും അടുത്ത 3000 റുപ്യ നമ്മൾ കൊടുക്കണം. പക്ഷെ അത് കൊടുക്കണതിനൊന്നും വിഷയമല്ല. പൈസ ആദ്യത്തെ നമ്പർ പ്ലേറ്റിൻ്റെ കയ്യിൽ നിന്ന് പൈസ പോയല്ലോ, അത് നമുക്ക് റീഫണ്ട് ഒരു മാസത്തിനുള്ളിലൊക്കെ കിട്ടും എന്നൊക്കെ പറയുന്നത്. കിട്ടുമോ ഇല്ലയെന്ന് അറിയില്ല. പക്ഷേ എന്തായാലും നമുക്ക് ഈ ഫണ്ട് റീഫണ്ടിന് വേണ്ടിയിട്ട് നമുക്കൊരു കുറച്ച് പേപ്പർ വർക്ക് ഉണ്ട്. അതാണ് ചൊറ. അതിൻ്റെ ഒരു കാര്യം ആലോചിച്ചിട്ട് അങ്ങോട്ട് പ്രാന്ത്. നമ്മൾ ആദ്യം അവിടെ പോയി RTOൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് ഈ പേപ്പർ കൊണ്ടുപോയി കൊടുക്കണം. പിന്നെ കുറച്ച് ഒപ്പ്, കുറച്ച് കോപ്പി എടുക്കാണ്ട്, പിന്നെ അവിടെ നിന്ന് ഒരു നമ്മൾ അങ്ങോട്ട് കൂടി തിരിപ്പിക്കും. അങ്ങനെ കുറേ ഓടിക്കണു ഈ ഒരു 3000 റീഫണ്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി രണ്ടാമത്തെ നമ്പർ ഇതേപോലെ കൊടുക്കുമ്പോൾ ഈ ഒരു അടുത്ത് കഴിഞ്ഞിപ്പോൾ ഇതേപോലെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോയിച്ചിട്ട് നമ്മൾ ഒരു നമ്പർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമ്പർ ഏതാണെന്നൊന്നും പറയുന്നില്ല, ചെറിയൊരു പേരിനൊരു ഫാൻസി പോലൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ തോന്നിയതാണ്. നിങ്ങളൊന്ന് നോക്കി നോക്ക്, എന്നിട്ട് നിങ്ങൾ പറയും എന്താ പാട്. അപ്പോൾ നമ്പർ നമുക്ക് ആ വെക്കുമ്പോൾ കാണാം. അപ്പം നിങ്ങളിപ്പോൾ വേഗം കൊണ്ടുപോയിട്ട് വീഡിയോ ലാസ്റ്റേക്ക് തട്ടും. ആ പരിപാടിക്കല്ലേ വീഡിയോ കാണും. ഓക്കെ. അപ്പോൾ നമ്പർ പ്ലേറ്റ് ഷോറൂമിക്കാട്ടെ വരിക. ഒരാഴ്ചയായി ഷോറൂം നമ്മൾ വണ്ടി എടുത്തല്ലോ, പനനാങ്ങര അമാന ടൊയോട്ടോന്ന് എടുത്തത്. അപ്പോൾ അവിടേക്ക് പോയി കൂടി ഇരിക്കുകയാണ്. ക്ലാസ് കഴിഞ്ഞ് വരിക. ഇവനോട് ഞാൻ വീഡിയോ എടുക്കാൻ എൻ്റെ ഒപ്പം ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവനോട് ഞാൻ പെരേന്ന് ബസ്സിൽ കയറി വരാൻ പറഞ്ഞത്. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്തിട്ട് പോവാണ്. 5 മണിൻ്റെ ഉള്ളിൽ അവിടെ എത്തണം. അപ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം. എങ്ങനെയുണ്ട്, സെറ്റല്ലേ? അപ്പോൾ കൈസ് അങ്ങനെ ഫൈനലി നമ്മൾ ആ ഒരു ടൊയോട്ടയുടെ ഷോറൂമിൽ എത്തിയിട്ട് കേട്ടോ, പനനാങ്ങരയുടെ. നമ്പർ പ്ലേറ്റ് വെക്കാൻ. ഓക്കെ ഓക്കെ ഓക്കെ. അവിടെ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട്. അപ്പോൾ നിലവിൽ നമ്മുടെ വണ്ടിയുടെ നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാട്ടോ, ടെമ്പററി നമ്പർ T032 5KL 6344C. ഇതാണ് ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ടെമ്പററി നമ്പർ. ഇതന്നെ നമുക്കൊരു ശരിക്കും 3 മാസമുള്ളൂ അത് വെച്ച് നടക്കാൻ പറ്റുള്ളൂ. പിന്നെ 6 മാസം ചിലരൊക്കെ വെച്ച് പോകലുണ്ട്. പക്ഷേ 6 മാസം റിസ്ക്. പിന്നെ ഒന്നാമത് ഞാൻ പെട്ടെന്ന് മാറ്റാൻ തന്നെ കാരണം അത് ഇറിട്ടുണ്ട് അല്ലേ. ഒന്നാമത് മാറ്റാൻ തന്നെ കാരണം എന്താ വെച്ചിട്ടാണ്, ഇനിയിപ്പോൾ ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ ഈ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഇപ്പോൾ അവിടെയും ഇവിടെയൊക്കെ കുറേ സീനുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂർ ഭാഗത്തൊക്കെ പോലീസുകാരൊക്കെ ഭയങ്കര നോട്ടം നോക്കുന്നുണ്ട്. അപ്പോൾ ഇനി സീനാക്കേണ്ട വെച്ചിട്ട് പെട്ടെന്ന് വെച്ച് ഇനി ഇവിടെ നമ്മളെ സെയിൽസ്മാൻ ഉണ്ടാവും ആദ്യം, ഓനെന്ന് കാണണം. അവിടെ ഉണ്ട്. അത് സെറ്റല്ലേ? മുടി ഞാൻ പെരുന്നാളിനൊന്ന് സ്ട്രൈറ്റ് അടിച്ചതാണ്. ടൈം അടിക്കുമോ? ഇതിന് എക്സ്ട്രാ എന്തെങ്കിലും പേയ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലേ. എന്ത് സ്റ്റിക്കർ? അത് കുഴപ്പമില്ല. അത് വെച്ചിട്ട് സീനൊന്നും വരില്ലല്ലോ. അപ്പോൾ ഗൈസ് ഫൈനലി നമ്മുടെ വണ്ടിയിൽ നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടോ. അപ്പോൾ നമ്മളൊരു സർപ്രൈസ് പൊളിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് മാറല്ലേ, റഞ്ചാടെ മറച്ചേച്ചിക്കാണ് KL52V 4727 കേട്ടോ നമ്മുടെ വണ്ടി നമ്പർ. എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയാം. ഇതിങ്ങനെ പെട്ടെന്ന് നമ്മളിങ്ങനെ വണ്ടിയുടെ മേലേക്ക് നോക്കുമ്പോൾ 7 ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ട്. ഇനി ബാക്കിൽ നിന്ന് ഞാൻ കാണിച്ചു തരാം.
എങ്ങനെയുണ്ട് പറയട്ടോ. ഫാൻസി നമ്പർ ആണെങ്കിൽ ആണ് പറയാം, നിങ്ങളെ അഭിപ്രായം പറയാം. കണ്ടോ? ആ KL52V 4727 3000 റുപ്യക്ക് എടുത്തത്. ഓപ്ഷന് നമുക്ക് ആളെ കിട്ടിയില്ല, അതുകൊണ്ട് ചക്കക്ക് കിട്ടി. അഭിപ്രായം പറയാം. പിന്നെ ഇതിനെന്താ വെച്ചിട്ടാ, ഇതിൻ്റെ ഇവിടെ നമ്മളൊരു ബ്ലാക്ക് ഫ്രെയിം വെക്കൂല. ആ ബ്ലാക്ക് ഫ്രെയിം ഇവിടെ ഉണ്ട്, പക്ഷേ അത് അമാനായിട്ട് ടൊയോട്ട എന്ന് എഴുതിയ ഫ്രെയിം മാത്രമേ, നമുക്ക് പുറത്തുനിന്ന് ഫ്രെയിം വെക്കാനാണ്. പിന്നെ നമ്മുടെ വണ്ടിയിൽ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ചെറിയൊരു കിടികിടി സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് ആ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ സൗണ്ട് തന്നെയാണ് കേട്ടോ. അതിൻ്റെ അടിയിലൊരു സ്പോഞ്ച് വെച്ചപ്പോൾ അത് നമുക്ക് പോയിട്ടുണ്ടായിരുന്നു. ഒക്കെ കഴിഞ്ഞില്ലേ? ആ ഓക്കെ. അപ്പോൾ ഇനി ഈ നമ്പർ പ്ലേറ്റിൻ്റെ ഒരു ഫ്രെയിം നമുക്ക് പുറത്തൊരു ഷോപ്പ് പോയിട്ട് ഇടണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്തായാലും പോവാണ്. ഞങ്ങൾ ഇവിടുന്ന് പോവാട്ടോ. അപ്പോൾ സെയിൽസ്മാനൊന്ന് കാണട്ടെ. അയാളവിടെ വേറെ ഏതൊരു ഗ്ലാൻസയുടെ ഇതിലാണ്, ഡെലിവറിയിൽ തിരക്കിലാണ്. ഇവിടുത്തെ ആ പോയിട്ടോ. ആ നമ്പർ പ്ലേറ്റ് ഇട്ടിട്ടുണ്ട്. എന്നാ ശരി. ആ നമ്പർ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാ ശരി. ആ ഓ എന്തത്? അതാ പഴയ ഇജിപ്പോ ക്യാമറ ഓണന്നെ. ഈ സാധനം ഇതിലുണ്ടല്ലേ? ഇതടിക്ക് കൊണ്ടുവച്ചടാ, അടിക്കില്ല ചേട്ടാ. ഇതൊന്ന് കാണിച്ചാ. ഓ ഇതൊക്കെ എൻ്റെ കാല് കയറാനും കൂടി പറ്റണില്ല. ചെങ്ങായി സീറ്റ് ഇട്ടിട്ടേ. ഓ ഗൈസ്, ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടോ. എന്തോ ഒരു ഗേറ്റ് പാസ്സൊക്കെ തന്നിക്കുന്നു, അതിൻ്റെ ആളൊന്നും കാണാമല്ലോ. വേണ്ടേന്നാവോ? അത് ശരി. അപ്പോൾ ഇവിടുന്ന് വണ്ടി മാറ്റി കഴിഞ്ഞാലും അറിയില്ലല്ലോ. ഏതോ ഒന്നും അടഞ്ഞിട്ടില്ലല്ലോ. ഡിക്ക് അടഞ്ഞിട്ടില്ലടാ. ഷൊണ്ണേ പോയി അടക്ക്. പോയിട്ട് വിട്. ഇനി ഇവിടെ നമുക്ക് ആ മൈക്ക് എന്താ മൈക്കാന്നാ പറയുന്നത്, മറ്റേ നമ്പർ പ്ലേറ്റിൻ്റെ ഫ്രെയിം ഉണ്ടല്ലോ, അത് വെക്കണം. എന്താ റേറ്റ് എന്ന് അറിയില്ല. ഇനി നമുക്ക് ആ ഒരു നമ്പറിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഫ്രെയിം, അതിന് ഫ്രെയിമിന് തന്നെ പറയാൻ തോന്നുന്നു. ആ ഒരു ഇത് വെക്കല്ലോ ബ്ലാക്ക് ആയിട്ട്. ഈ ഫ്രെയിമിനൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യണ മേഖല ആയതുകൊണ്ട് ഫ്രെയിമിനാണ് തൊള്ളയിൽ വരുന്നത്. സംഭവം മനസ്സിലായില്ല. ആ വക്കിലൊരു ബ്ലാക്ക് കളർ കൊടുക്കൂലേ, അത് വെക്കണം. കാരണം പഴയ ആ ഒരു മഞ്ഞ ടെമ്പററി നമ്പർ പ്ലേറ്റ് സൗണ്ട് ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഫ്രെയിമിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ടേ നമ്മൾ വണ്ടി ഇങ്ങനെ കുണ്ടിലേക്ക് ചാടുമ്പോൾ നല്ല സൗണ്ട് വന്നിരുന്നു. നമ്മുടെ പഴയ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുറേ നോക്കിയിരുന്നു ഈ കുണ്ടു കൂടെ ചാടിപ്പിച്ചിട്ട്. പക്ഷേ കുണ്ടു കൂടെ ചാടിപ്പിച്ച് അങ്ങനെ ചാടിപ്പിക്കല്ലോ കേട്ടോ. ജസ്റ്റ് നമ്മൾ റോട്ടിലൊക്കെ പോകുമ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഈ ഒരു പോക്കറ്റ് റോഡ് കൂടെ ഒക്കെ കയറുമ്പോൾ അങ്ങനെ ആവില്ല വണ്ടി. അപ്പോൾ കുറേ നോക്കി, പക്ഷേ ആ സൗണ്ട് വന്നില്ല. നമ്മൾ ഷോറൂമത്തെ ചെങ്ങായിനെ ഈ മെക്കാനിക്കിനെ ഇവിടെ വെച്ചിട്ട് ഓടിപ്പിച്ചിട്ടൊക്കെ നോക്കിയിരുന്നു, ഒന്നും സൗണ്ട് വന്നില്ല. പിന്നെ അയാൾ പിന്നെ ലാസ്റ്റ് നമ്പർ പ്ലേറ്റിൻ്റെ സൗണ്ട് ആക്കാനാണ് ചാൻസ്. എന്നിട്ട് അയാൾ അതിൻ്റെ പിന്നിലൊരു ഡബിൾ സ്റ്റിക്കർ ഓടിച്ചായിരുന്നു. അതിന് ശേഷം പിന്നെ അപ്പോൾ നമ്മൾ കോഴിക്കോട് അവിടെയൊക്കെ പോയി, നമ്മുടെ വീട് അങ്ങനെ കുറേ പോയിരുന്നു. അപ്പോഴൊന്നും അങ്ങനെ സൗണ്ട് വന്നിരുന്നില്ല. അപ്പോൾ ആ ഒരു നമ്പർ പ്ലേറ്റിന് ഒരു ബാക്കിൽ ആ ഒരു ഫ്രെയിം ഇല്ലാത്തതുകൊണ്ടാണ് ആ സൗണ്ട് വന്നത്. നമ്മളൊരു വണ്ടിയുടെ ഈ ഡിക്കിൻ്റെ ആ ഒരു ബോഡിമ ഇങ്ങനെ തട്ടിയിട്ടേ. അപ്പോൾ ഈ നമ്പർ പ്ലേറ്റ് ഇപ്പോൾ അങ്ങനെ തന്നെ കിട്ടിയിരിക്കണത്. മറ്റേത് അമാന ടൊയോട്ടൻ്റെ ലോഗോ ഇല്ലാതായതുകൊണ്ട് ഒരു ചടങ്ങ്. അപ്പോൾ നമുക്കൊരു ഷോറൂം അല്ല, ഒരു ഷോപ്പ് പോയിട്ട് അതിന്മേൽ ഫ്രെയിം വെക്കണം. അതിനെന്താ റേറ്റ് ഒന്നും അറിയില്ല. നമ്മളെ ഇതിന് മുമ്പ് വണ്ടി വർക്ക് ചെയ്തിട്ടുള്ള ഒരു കട ഉണ്ട്, അവിടെ പോയിട്ട് നോക്കി നോക്കാം എന്താ റേറ്റ്. പിന്നെ നമ്മളെ നമ്പർ പ്ലേറ്റിൻ്റെ അഭിപ്രായങ്ങൾ പറയട്ടോ. കാരണം 4727 നമ്പർ. മറ്റേ അതിൽ മറ്റേ സെയിൽസ്മാൻ കേട്ടോ. ഓനോട് ചോദിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, അടിപൊളി തന്നെയാണെന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയുക. ഫസ്റ്റ് 5002 5002 ബെറ്റർ, 4727 ആണോ ബെറ്റർ നിങ്ങൾ പറയും. കാരണം 5002 ഞാൻ ഇപ്പോൾ കിട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ 18000 രൂപ പോയിരുന്നു. ഇതാകുമ്പോൾ 3000 രൂപയ്ക്ക് നമുക്ക് കിട്ടി. 3000 രൂപ എന്നിട്ട് ആദ്യം 5002 റേറ്റ് ഉണ്ടായിരുന്നത്. എന്നിട്ട് പിന്നെ അത് കയറിയതാണ് ഈ ലേലം വിളിയായിട്ട്. എന്നിട്ട് പിന്നെ ആ ഒരു പൈസക്കാണ് പിന്നെ നമ്മൾ വണ്ടിയിൽ പിന്നെ വേറെ കുറച്ചുകൂടി വർക്ക് കയറ്റി. ഈ സബ്ബ് മേടിച്ചത് അതൊക്കെ അതിന് ആ പൈസക്ക് വെച്ചല്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ സബ്ബും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഇനി അടുത്ത പൈസ ഉണ്ടാക്കേണ്ടിയിരുന്നു. അപ്പോൾ ഇനി നമ്മുടെ വണ്ടിയിൽ കുറച്ചും കൂടി ഞാനൊരു പ്ലാൻ ഉണ്ട് വണ്ടിയിൽ വർക്ക് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ വീഡിയോ വൈകാതെ വരും. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഫണ്ട് ഷോട്ടിലാണ്. ഫണ്ട് റെഡി ആക്കി കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ നമ്മൾ അതും കൂടി ചെയ്യും. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഷോപ്പിനെ അവിടെ വെച്ചിട്ട് കാണാം.
അപ്പോൾ മറക്കണ്ട 4727. അപ്പോൾ ഗൈസ് നമ്മളൊരു വണ്ടിയിലേ ഞാൻ പറഞ്ഞല്ലോ നമ്പർ പ്ലേറ്റിൻ്റെ ഫ്രെയിം വെക്കണ കാര്യം, അത് വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഒന്ന് ഷോപ്പ് കയറി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ഇപ്പോൾ ഒന്ന് വണ്ടി എടുത്തതാ കേട്ടോ. ഒരു സാധനം കൂടി വണ്ടിയിൽ വെക്കാണ്ട്, അപ്പോൾ അത് സസ്പെൻസാണ്. അപ്പം പൊളിയത് നമ്പർ പ്ലേറ്റിൻ്റെ ആ ഒരു ബോർഡ് ഞാൻ വെച്ചില്ല, കാരണം ഏട്ടനോട് ചോദിച്ചപ്പോൾ വെക്കണ്ട പറഞ്ഞു. അത് പഴയ വണ്ടിയിൽ തന്നെ അങ്ങനത്തെ സാധനം വെച്ചിട്ട് നമ്മൾ വണ്ടി കഴുകുമ്പോൾ ഈ നമ്പർ പ്ലേറ്റിൻ്റെ ആ ഒരു എഡ്ജ് ഭാഗം തുരുമ്പാവുക. അപ്പോൾ പിന്നെ ഞാൻ വെച്ചില്ല, പിന്നെ ഏട്ടൻ വെക്കണ്ടെന്ന് പറഞ്ഞു. എവിടേക്കാണ് പോകുന്നത്? എന്താ മീൻ വണ്ടിയോ ഓൻ്റെ ഓർന്ന്? അപ്പൊ നമ്മളിതാ വേറെ സാധനം വെക്കാൻ പോവാണ്. കുറെ നേരം ഇരുന്നോളം നല്ല തിരക്ക ഷോപ്പിൽ. അപ്പൊ ഞാനത് വെക്കണം വിചാരിച്ചല്ല. അപ്പൊ അയാൾ എന്നോട് ഈ സാധനം വെച്ചോക്കി കാണാൻ രസം ഉണ്ടാവും പറഞ്ഞു. അപ്പൊ ഞാൻ വെറുതെ ഒന്ന് ഡെമ്മി ആയിട്ട് ഞാൻ എൻ്റെ വണ്ടിയിൽ ഒന്ന് വെച്ചോക്കി. അപ്പൊ ഇത് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല കാണാൻ നല്ല ചന്തണ്ട്, നല്ല ചന്തണ്ട്. അപ്പൊ നമ്മള് വെക്കാൻ വേണ്ടി പോവാ. ഫ്രെയിമിന്റെ കാര്യം പറഞ്ഞല്ലോ. പിന്നെ വണ്ടിയിലേ കുറച്ച് നമ്മുടെ അടിയിൽ ലിപ്പ് വെക്കൂലേ, അത് ഇതിന്റെ ഫ്രണ്ടിലും ബാക്കിലും വെക്കുന്നുണ്ട്. അത് ഞാനൊരു കർണാടകക്കാരൻ അങ്ങനെ ഏതൊരു ചെക്കൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ അവൻ്റെ വണ്ടി ഗ്രാൻഡ് വിറ്റാറിൽ അങ്ങനെ കാട്ടിയിട്ടുണ്ട്. ഞാൻ ഫോട്ടോ ഈ സൈഡിൽ വെച്ചത്. അപ്പൊ അത് ഞാൻ വെച്ചാലൊന്നും, പക്ഷെ ഇയാൾ പറഞ്ഞു വലിയ ഗുമ്മുണ്ടാവില്ല എന്ന്. പക്ഷെ ആ ഫോട്ടോയിൽ കാണാനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ഇനി എന്തായാലും നിങ്ങൾ പറയും, എന്നാൽ നമുക്ക് അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ ഇതിന്റെ അതും പിന്നെ ഇതിന്റെ ഫ്രണ്ട് ബാക്കിലും കുറച്ചും കൂടി ഭാഗം ബ്ലാക്ക് കളർ പെയിന്റ് അടിക്കാണ്ട്, അത് അടിക്കണോ അതോ ഇതേപോലെ മതിയോ അതും നിങ്ങൾ പറയും. ഞങ്ങൾക്ക് ഫോട്ടോ ഇങ്ങനെ സൈഡിൽ ഇട്ട് കാണിച്ചു തരാം. പിന്നെ ഇതിന്റെ കാലിബറിന് റെഡ് കളർ അടിക്കണം. അപ്പോൾ റെഡ് ആണോ ബെറ്റർ, ഏതാണോ ബെറ്റർ എന്നും ഒക്കെ നിങ്ങളെ അഭിപ്രായം പോലെ വണ്ടിക്ക് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഷോപ്പിൽ കയറുക കേട്ടോ. ഞാനേ ചെറിയൊരു ഡൗട്ടിലാട്ടോ, ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഈ സാധനം ഇതാ, ഇത് ചെറിയൊരു ബ്ലാക്കും അല്ല, ഒരു വെണ്ണൂറും കളർ മോഡൽ ഒരു സാധനമാണ്. ഇതേപോലെ ഇടുക. ഈ ഒരു ഭാഗത്ത് ഇതേപോലത്തെ ഈ സാധനം. ഇത് രണ്ടും ബ്ലാക്ക് അടിക്കണോ അടിക്കണ്ടേ വെച്ചിട്ട്. അപ്പോൾ നോക്കിയൊക്കെ ഈ സാധനം കണ്ടോ, ഈ ഇരിക്കണേ, ഇതും ആ ബാക്കത്ത് ഞാൻ ബ്ലാക്ക് അടിക്കണോ അടിക്കണ്ടേ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കുറേ ആൾക്കാർ വേണ്ടാന്നും പറയുന്നുണ്ട്, ആകെ ഇങ്ങോട്ട് കറുപ്പിക്കണ്ടെന്നും പറയുന്നുണ്ട്. നിങ്ങളൊന്ന് അഭിപ്രായം പറയും. പിന്നെ അതേപോലെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ലിപ്പ് പോലെ സാധനം വെക്കണത് ഞാൻ ഫോട്ടോ നേരത്തെ കാണിച്ചില്ല. ആ സാധനം വെച്ച് കഴിഞ്ഞാൽ അടി തട്ടുമോയെന്ന് അറിയില്ല, വെച്ചാൽ ബോറാവുമെന്ന് അറിയില്ല. ഗ്രാൻഡ് വിറ്റാറിലാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. അതേപോലെ ഇവിടെയും അതേപോലെ ഒരു ചെറിയൊരു ഇത് വെക്കണത്. ഞാൻ ഒരു സർപ്രൈസ് ഉണ്ട് പറഞ്ഞില്ലേ, അത് പൊളിക്കാൻ വേണ്ടി പോവാം. നമ്മുടെ വണ്ടിയിലൊരു സ്പോയിലർ വെക്കുക കേട്ടോ. ഞാൻ വെക്കണില്ല വിചാരിച്ചിട്ട് വന്നതാണ്. നമ്മൾ വേറെ ആവശ്യത്തിന് ഷോപ്പിൽ വന്നതാണ്. പക്ഷേ അയാളൊന്ന് വെച്ച് കാണിച്ചാൽ നമുക്ക് നല്ല ഇഷ്ടമായി. നമ്മൾ അത് വെക്കാൻ വേണ്ടി വന്നിട്ട്. ഇത് മറ്റേ ബാറ്റ്മാൻ്റെ മോഡലല്ല കേട്ടോ, അതൊന്നും കൂടി ബൾജായി നിൽക്കുക. ഇതൊന്നും അത്രയ്ക്ക് വലിയ കലാപല്ലെങ്കിലും അതിൻ്റെ കളി ഒന്നുകൂടി ബാറ്റ്മാനെ ഒന്നുകൂടി നല്ല വലിപ്പമുണ്ട്, ഇങ്ങനെ പൊള്ളകി നിൽക്കുക ചെയ്യുക. ഇത് വലിയ കുഴപ്പമില്ല. ഇത് ബ്ലൂ ഗണ്ണിൽ സെറ്റ് ചെയ്യാം, സ്ക്രൂ ഉണ്ടാവില്ലേ? ഇതെന്താ ഇപ്പോൾ സിലിക്കോണോ? അവരിപ്പോൾ സാധനം എങ്ങനെയുണ്ട്? സാധനം സ്പോയിലർ വെച്ചിട്ട് എങ്ങനെയുണ്ട് പറയട്ടോ. കുറച്ച് പിന്നിക്ക് പോകും, പിന്നിന്ന് കാണിച്ചു ഇവിടുന്ന് എനിക്ക് കാണാനല്ലേ, വണ്ടി കറുപ്പനായോണ്ട്. ഇതെങ്ങനെയുണ്ട്? അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മളൊരു സ്പോയിലർ നമ്മുടെ വണ്ടിയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഫൈനൽ ലുക്ക് ആ ഒരു സ്പോയിലറിൻ്റെ. അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ വണ്ടിയുടെ വർക്ക് കാര്യങ്ങൾ ഫുൾ കഴിഞ്ഞു കേട്ടോ. ഫുള്ളെന്ന് മാത്രമല്ല, ആകെ ഒരു സ്പോയിലറിൽ വെച്ചിട്ട്. ഇനി ഇപ്പോൾ നമ്മളൊന്ന് തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുണ്ടാവും 5 വീഡിയോ എടുക്കണം ഞാൻ വണ്ടി ഓടിക്കുക. ബാക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക എങ്ങനെ ഉണ്ടെന്ന് സ്പോയിലറെ വെച്ചിട്ട്. ഇപ്പോൾ ഒന്നാമത് ഇറിട്ടായതുകൊണ്ടേ നമുക്ക് അങ്ങനെയാണ് കിട്ടണില്ല. ഇപ്പോൾ നമ്മളൊരു ഷോപ്പിൽ നിന്ന് പോകുന്നു കേട്ടോ. വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വർക്ക് എന്ന് പറയാൻ മാത്രമല്ല, ആകെ ഒരു സ്പോയിലറുകൾ വെച്ച്, മറ്റേത് പിന്നെ വെച്ചില്ല. ഇനി കാലിബർ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡ് പെയിന്റ് അടിക്കാണ്ട്. അപ്പോൾ അതിന് ഒരു ദിവസം വരുമ്പോൾ വണ്ടി എന്തായാലും ഇവിടെ ഇടണം. അപ്പോൾ അല്ലാതും പാടി ഒപ്പം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്പോയിലർ പിന്നെ പെട്ടെന്ന് ഉണ്ടാവരുതാ.
അപ്പോൾ നിങ്ങൾ അഭിപ്രായം പറയാം. പിന്നെ ഞാൻ വണ്ടിയുടെ അടിഭാഗത്തൊരു ബ്ലാക്ക് പെയിന്റ് അടിക്കേണ്ട കാര്യം പറഞ്ഞില്ലേ, അതൊന്ന് അതിൻ്റെ അഭിപ്രായം ഒന്ന് പറയട്ടെ, അടിക്കണ്ടേന്ന് അറിയില്ല. പിന്നെ എന്താ ഒന്നുകൂടി ഇല്ലേ, വേറെ എന്തെങ്കിലും അടിയിലാ മറ്റേ ലിപ്പ് വെക്കൂലേ, സ്കേർട്ട് പോലത്തെ സാധനം, ആ അടിയിലൊരു സാധനം, അതെങ്ങനെ ഉണ്ടെന്ന് പറയട്ടോ. അത് വെച്ചാൽ എങ്ങനെയുണ്ട്, പക്ഷെ അടി തട്ടോ ഇല്ലേ എന്ന് അറിയണില്ല. മറ്റേ എങ്ങനെയോ അടി തട്ടുമെന്നും പറഞ്ഞു. അപ്പൊ അതൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ വരുന്ന പോലെ കാണാം. ഓക്കെ, അപ്പൊ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മളെ KL52V4727 എന്താണ് പാട് എന്ന് പറയും, അതാണ് നമ്മളെ വീഡിയോ. മറ്റേത് പിന്നെ വരുന്ന വഴിയിൽ കയറിയ മാതിരിയുള്ള സാധനം. ഓക്കെ, അപ്പൊ അതിന്റെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇപ്പൊ മരി വാങ്ങി കൊടുത്തിരിക്കണു, കുറച്ച് ലേറ്റ് ആയിരുന്നു അവിടെ ഷോപ്പിൽ നിന്നിട്ടേ, അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതിയ എപ്പിസോഡായിട്ട് വീണ്ടും കാണും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.